നമ്മൾ എവിടെ പോണത് നന്ദുക്കുട്ട? എവിടെയാ നമ്മൾ പോണത്? എവിടെയാ നമ്മൾ പോണത്? ആ, ചിറ്റയുടെ അടുത്ത് പോവാ. അച്ഛക്ക് ബൈ പറയൂ. നന്ദുക്കുട്ടനും അമ്മയും കൂടി ചിറ്റനെ വിളിക്കാൻ പോവാട്ടോ. ചിറ്റ പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങുമ്പോ നമുക്ക് വിളിക്കാട്ടോ. എന്നിട്ട് നമുക്ക് മെട്രോയിൽ കയറി പോണം, ട്രെയിൻ കാണണം അല്ലേ? സാധാരണ ഞങ്ങൾ പുറത്തൊക്കെ പോകുമ്പോൾ നന്ദുക്കുട്ടൻ നടക്കണതാണ് കുറച്ച് ദൂരമൊക്കെ. പക്ഷേ ഇന്ന് കുറച്ച് മടിയായിരുന്നു, അതുകൊണ്ട് നടന്നില്ല. ഫുൾ ഞാൻ എടുക്കുമായിരുന്നു, അതുകൊണ്ട് എൻ്റെ കൈയൊക്കെ കഴിച്ചു. അതുകൊണ്ട് ഞങ്ങൾ മാഗ്ഡി അപ്പൂപ്പൻ്റെ കൂടെ കുറച്ച് നേരം നിൽക്കുവാണ്. കുറച്ച് നേരം മടിയിലൊക്കെ ഇരുന്നു. എന്നിട്ടാണ് ഞങ്ങൾ പിന്നെ ബാമച്ചിറ്റനെ വിളിക്കാനായിട്ട് പോയത്. പിന്നെ അവിടെ നിന്ന് കുറച്ച് 2-3 സ്റ്റെപ്പ് നന്ദുക്കുട്ടൻ നടന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എടുക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എടുത്തു. നന്ദുക്കുട്ടൻ കയ്യിൽ നിന്ന് ഇറങ്ങുന്നില്ല, നന്ദുക്കുട്ടൻ നടക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ നടന്ന് ബാമച്ചിട്ട് പഠിക്കുന്ന സ്ഥലത്തെത്തി. അപ്പോൾ തന്നെ ബാമച്ചിട്ട് വേഗം ഇറങ്ങി വന്നു. ഇന്ന് ഞങ്ങൾ മെട്രോ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ മെട്രോ കയറി റെയിൽവേ സ്റ്റേഷനിൽ പോകും. എന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ ട്രെയിനൊക്കെ കണ്ട് ബാമച്ചിട്ടേനെയും കയറ്റി വിട്ടിട്ടാണ് ഇനി ഞങ്ങൾ തിരിച്ചു വരിക. 5 മിനിറ്റ് സമയമുണ്ട്. അപ്പത്തെ ട്രെയിൻ 1 മിനിറ്റിൽ വരും. എക്സൈറ്റഡ് ആവുകയാണെങ്കിൽ ഞങ്ങൾ ലാസ്റ്റ് ടൈം മെട്രോയിൽ കയറിയത് നന്ദുക്കുട്ടൻ്റെ അപ്പൂപ്പൻ്റെ വീട്ടിലേക്ക് പോകാനാണ്. അതുകൊണ്ട് നന്ദുക്കുട്ടൻ വിചാരിച്ചു അപ്പൂപ്പൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് അപ്പൂപ്പൻ്റെ അടുത്ത് പോകണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. തൃപ്പൂണിത്തുറ മെട്രോ സ്റ്റേഷൻ കാണാൻ നല്ല രസമുണ്ട്. ആനകളും മ്യൂറൽസും പെയിൻറ്റിങ്സൊക്കെ ആയിട്ട് എല്ലാം നല്ല രസമുണ്ട്. നല്ല ഭംഗിയിൽ അവരെല്ലാം ചെയ്തിട്ടുണ്ട്. കുറച്ച് നേരം നന്ദുക്കുട്ടൻ അതുവഴി ഓടിയൊക്കെ നടന്ന് കളിച്ചു. പിന്നെ ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി ട്രെയിൻ കാണാൻ. നന്ദുക്കുട്ടന് ഭയങ്കര സന്തോഷമായിരുന്നു. ട്രെയിൻ കാണാൻ ഓടുമായിരുന്നു, ഓടി വീഴണൊക്കെ ഉണ്ടായിരുന്നു വഴിയിൽ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി കൈ പിടിച്ചുകൊണ്ടാണ് കൊണ്ടുപോയത്. ഇത്ര അടുത്ത് നിന്ന് ട്രെയിനെ കാണുമ്പോൾ നന്ദുക്കുട്ടന് ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും, ഇഷ്ടപ്പെടുമെന്നൊന്നും അറിയില്ല. കാരണം നമ്മളെന്തെങ്കിലും വലിയ എക്സൈറ്റഡ് ഒക്കെ ആയിട്ട് നന്ദുക്കുട്ടനെ കാണിക്കാൻ വേണ്ടി നമ്മൾ വരുമ്പോഴേക്കും നന്ദുക്കുട്ടൻ ചിലപ്പോൾ അത് മൈൻഡ് ചെയ്യില്ല. അപ്പോൾ നമുക്ക് വിഷമാവും. അതുകൊണ്ട് ഇപ്പോൾ അറിയില്ല ഇന്ന് എങ്ങനെയാണ്. ട്രെയിൻ കാണുമ്പോൾ സന്തോഷമാണോ അത് മൈൻഡ് ചെയ്യാതിരിക്കുമെന്ന് അറിയില്ല. ട്രെയിൻ വരാൻ ഒരു 5 മിനിറ്റ് സമയം ഉണ്ടായിരുന്നു. അപ്പോഴേക്കും നന്ദുക്കുട്ടന് ചെറിയൊരു വാശിയൊക്കെ തുടങ്ങി. അപ്പോഴേക്കും ഞങ്ങൾ ഒരു ബ്രൗണിയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് നന്ദുക്കുട്ടനെ സോപ്പിട്ട് നിർത്തി. അപ്പോഴേക്കും തന്നെ ട്രെയിൻ വന്നു. നന്ദുക്കുട്ടനെ ഇഷ്ടപ്പെട്ടു ട്രെയിൻ. നന്ദുക്കുട്ടൻ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അകത്ത് കയറാമെന്നൊക്കെ പറയണ്ടായിരുന്നു. ഇനി ഒരു ദിവസം നന്ദുക്കുട്ടനെ അകത്ത് കയറ്റണം എവിടെയെങ്കിലും പോകുമ്പോൾ. നന്ദുക്കുട്ടൻ്റെ ട്രെയിൻ നോക്കി നിന്ന് ബാമച്ചിറ്റയുടെ ട്രെയിൻ അവിടെ വരാൻ സമയമായി. അപ്പോൾ തന്നെ അവൾ വേഗം ഓടിപ്പോയി. അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലാണ് അവളുടെ ട്രെയിൻ വരിക. അവൾ അവിടെ ക്രോസ് ചെയ്ത് എത്തിയപ്പോൾ തന്നെ ട്രെയിനും വന്നു വേഗം. ഞങ്ങൾ അവിടെ തന്നെ വെയിറ്റ് ചെയ്തു. ബാമച്ചിറ്റയ്ക്ക് ഒരു ടാറ്റയൊക്കെ കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. നന്ദുക്കുട്ടൻ അപ്പോഴേക്കും ചെറിയ വാശി തുടങ്ങി. ബാമച്ചിറ്റയുടെ കൂടെ പോകണം. അവളുടെ ട്രെയിൻ പോയി. അപ്പം തന്നെ ഞങ്ങളൊരു ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് പോന്നു. നന്ദുക്കുട്ടന് നല്ല വിഷമമുണ്ട് ചിറ്റയുടെ കൂടെ പോകാത്തതിൽ. കുഴപ്പമില്ല, നമുക്ക് വേറൊരു ദിവസം പോകാമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച്